ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. നയം വ്യക്തമാക്കി ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ലീഗ് നിലപാടിൽ ഞെട്ടി കോൺഗ്രസ് നേതൃത്വം. നിലപാട് തിരുത്താൻ ഉന്നതതല സമ്മർദ്ദം. സർക്കാരിന് പിന്തുണയുമായി NSSഉം SNDPയും. കേരള രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകൾ ശക്തം. സാമുദായിക പിൻബലം ഇടത് സർക്കാരിന് കരുത്താകും. ആഗോള അയ്യപ്പ സംഗമത്തിന് NSSഉം SNDPയും അടക്കമുള്ള സാമുദായിക സംഘടനകൾ നൽകുന്ന പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിനിടയിൽ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. എതിർചേരിയിലുള്ള ഒരു സർക്കാർ നടത്തുന്ന പരിപാടിയായതിനാൽ എല്ലാ നല്ല പരിപാടികളെയും കണ്ണടച്ചെതിർക്കുന്നത് ശരിയല്ലെന്നാണ് കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചിരിക്കുന്നത്. കോൺഗ്രസും BJPയുമാണ് ആഗോള അയ്യപ്പ സംഗമത്തെ തുടക്കം മുതൽ തന്നെ എതിർത്തുകൊണ്ടിരുന്നത്. ഒരു വിധത്തിലും അയ്യപ്പ സംഗമവുമായി സഹകരിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. കോൺഗ്രസ് മാത്രമല്ല മറ്റ് UDF ഘടകകക്ഷികളും അയ്യപ്പ സംഗമത്തെ എതിർക്കുമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശും പറഞ്ഞത്. ഇതു സംബന്ധിച്ച് UDFന്റെ നേതൃയോഗത്തിൽ ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നും UDF കൺവീനർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് കോൺഗ്രസിന് കനത്ത തിരിച്ചടി നൽകുന്ന പ്രസ്താവനയുമായി മുതിർന്ന ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തെത്തിയത്. അയ്യപ്പ സംഗമം വിജയകരമായി മാറിയാൽ അത് തിരിച്ചടിയായി മാറുന്നത് BJPക്കും കോൺഗ്രസിനും തന്നെയാണ്. ആചാര ലംഘനത്തിന്റെ വക്താക്കളാണ് CPM എന്നും ഹൈന്ദവ വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് CPM ചെയ്യുന്നതെന്നും നിരന്തരം ആവർത്തിക്കുകയാണ് BJP നേതൃത്വം. ശബരിമലയിലെ യുവതീ പ്രവേശന വിവാദമടക്കം സജീവമായി നിലനിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമവും അവർ നടത്തിവരികയുമാണ്. അതിനിടയിലാണ് ഈ വിധം ആരോപണങ്ങളെയൊന്നും കൂസാതെ ആഗോള സംഗമ നീക്കങ്ങളുമായി കേരള സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ടു പോകുന്നത്. ആഗോള സംഗമം മാതൃകാപരമായി നടന്നാൽ അത് സർക്കാരിന്റെ വലിയ വിജയമായി മാറുകയും അതുവഴി ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുടെ പിൻബലം ഇടത് സർക്കാരിന് ലഭിക്കുമെന്നുമാണ് BJPയെ പോലെ കോൺഗ്രസും ഭയക്കുന്നത്. CPM നേതൃത്വവുമായി ആശയപരമായ അകൽച്ച സൂക്ഷിക്കുന്ന പാരമ്പര്യമാണ് NSSനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള പല CPM നേതാക്കളും NSS നിലപാടുകളെ പലപ്പോഴും രൂക്ഷമായി വിമർശിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമ വിഷയത്തിൽ NSS കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നാണ് UDF നേതൃത്വം കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് NSS നേതൃത്വം ചെയ്തത്. അയ്യപ്പ സംഗമം ശബരിമല വികസനത്തിനുള്ള ചർച്ചാവേദിയാകുമെന്നും സർക്കാർ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നാണ് പൂർണ്ണ വിശ്വാസമെന്നുമാണ് NSS വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാർ നയം വ്യക്തമാക്കിയത്. ആചാര ലംഘന സമയത്ത് ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരം നീക്കങ്ങൾ ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പാണെന്നും അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമത്തെ ഒരു വിധത്തിലും എതിർക്കില്ലെന്ന നിലപാടുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ നേരത്തെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള SNDP ആകട്ടെ അയ്യപ്പ സംഗമത്തിന് ഇതിനു മുൻപേ തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ NSSന്റെ പിന്തുണ കൂടിയായപ്പോൾ ഹൈന്ദവ സമുദായ അംഗങ്ങളിൽ വലിയ വിഭാഗവും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കോൺഗ്രസിനെയും ഒപ്പം തന്നെ BJPയെയും ഒരുപോലെ പ്രകോപിതരാക്കുന്നത് ഈ സാഹചര്യമാണ്. അടുത്ത തവണ UDF അധികാരത്തിൽ എത്താനാണ് സാധ്യതയെന്ന പൊതുവികാരമാണ് അടുത്ത കാലം വരെ നിലനിന്നിരുന്നത്. എന്നാൽ സമീപകാല സംഭവ വികാസങ്ങൾ UDFന്റെ ജയസാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് വെല്ലുവിളികളെയും ഇച്ഛാശക്തികളോടെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃപാടവത്തിന് രാഷ്ട്രീയത്തിനതീതമായ സ്വീകാര്യത ലഭിക്കുന്നുവെന്നതും യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം വയനാട് തുരങ്കപാതയുടെ ഉദ്ഘാടന വേളയിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ മുഖ്യമന്ത്രി പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. മുഖ്യമന്ത്രി പിണറായി അല്ലാതെ മറ്റാരെങ്കിലുമായിരുന്നുവെങ്കിൽ തുരങ്കപാത പ്രാവർത്തികമാകില്ലായിരുന്നുവെന്നാണ് അദ്ദേഹവും തുറന്നടിച്ചത്. ഈ സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിന് രാഷ്ട്രീയ പ്രാധാന്യമേറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം കോൺഗ്രസ് നിലപാടുകളോട് കടുത്ത വിയോജിപ്പാണ് മുസ്ലിം ലീഗിനുള്ളത്. മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ വഴി UDFൽ നിന്നും ജനങ്ങൾ അകലുകയാണെന്ന വിലയിരുത്തലാണ് മുസ്ലിം ലീഗിനുള്ളത്. UDF മുന്നണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന ആവശ്യം ലീഗിനുള്ളിൽ കൂടുതൽ ശക്തമായി ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ ഈ പ്രതികരണം വലിയൊരു പ്രതിഷേധ സൂചന തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇത് UDFനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.